മോളൂസേ എന്താണ് അമ്മുക്കുട്ടി ഈ വാവക്കുഞ്ഞിനെ കണ്ടോ? ഓ വാവക്കുഞ്ഞെ ഇതാരാണെന്ന് നോക്കിയേ, നമ്മുടെ ചേച്ചിയാ. അവള് ഉറങ്ങി, വെറുതെ ഉണർത്തണ്ട, പിന്നെ കരച്ചിലാവും. വാ മോള് വന്നേ, അച്ഛനെടുക്കാം. വാ സച്ചേട്ടാ, മോക്ക് ചെറിയൊരു ചൂടുണ്ട്, പനിയുടെ ലക്ഷണാണെന്ന് തോന്നുന്നു. ആണോടാ? ചൂടിനുള്ള സിറപ്പ് അല്പം കൊടുത്താലോ? ഏയ് അത്ര വലിയ ചൂടൊന്നുമില്ല, തനിക്ക് വെറുതെ തോന്നിയതാ അല്ലേ മോളൂ? അല്ല സച്ചേട്ടാ, ചൂടുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന സാധാരണ ചൂട് മാത്ര. മോക്കിപ്പോ ഒരസ്വസ്ഥതയില്ല. ചൂട് കൂടിയാലേ നമുക്കൊരല്പം തുണിയെടുത്ത് നനച്ച് നെറ്റിലിട്ട് കൊടുക്കാം. താൻ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, അല്ലേ മോളൂസേ? ഈ അമ്മയുടെ ഒരു കാര്യം. താനെന്താ കാണിക്കുന്നേ? ഇവളെന്ന് നമ്മുടെ കൂടെ കിടത്താൻ പോവാ. അല്ല അത് വേണോ? ഇത്ര ദിവസം മോള് ആതിരയുടെ കൂടെ അല്ലേ കിടന്നേ? ഇപ്പൊ ഞാനിങ്ങ് വന്നില്ലേ, ഇനി ഇവളെ എന്റെ കൂടെ കിടന്നോട്ടെ. ബാ എടോ, ഒരു കുഞ്ഞിന്റെ കാര്യം നോക്കാൻ തന്നെ തനിക്ക് പ്രയാസം. തന്റെ ഹെൽത്ത് ശരിക്കും ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് മോള് ആതിരയുടെ കൂടെ തന്നെ കിടന്നോട്ടെ. ഇന്ന് ഇവള് നമ്മുടെ കൂടെ കിടന്നോട്ടെ പ്ലീസ് അച്ചേട്ടാ. മോള് അറിയിക്കോ. സച്ചിൻ ഇവള് മുഖത്തൊന്ന് നോക്കിയേ. എന്താ? ഇവള് പ്രസവിച്ചത് ഞാനല്ലെന്ന് ആരെങ്കിലും പറയോ? ഒരിക്കലും പറയില്ല. പിന്നെ അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? താനും ആതിരയും ഒരമ്മയുടെ മക്കളാ. അതിന്റെ ചില രൂപസാദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിലും കാണും. ചിലപ്പോ മോക്ക് വല്യമ്മയുടെ മുടി കിട്ടാം, കണ്ണുകൾ കിട്ടാം, സൗന്ദര്യം കിട്ടാം. അങ്ങനെ നോക്കിയാ ആതിര പ്രസവിച്ച കുഞ്ഞെന്ന് പറഞ്ഞാ അത് തന്റെയും കൂടെ കുഞ്ഞാ. ആ ശരിക്കും തന്റെ ഒരു ചായ ഇപ്പൊ തന്നെ ഉണ്ട്. സത്യം? സത്യം.